സാധാരണ പെർ പേഴ്സണാണ് ഇവർ ചാർജ് ചെയ്യണത്. 4000, 3000, 2000 ഒക്കെയാണ് ചാർജ് ചെയ്യണത്. ഇതാണ് റൂം. നമുക്ക് പോകാനുള്ള സാധനം വന്നിട്ടുണ്ട്. എൻ്റെ കാലുണ്ടല്ലോ, കാട് സാധനം ഒന്നും കിട്ടിയാണ്ടല്ലോ. സൺസെറ്റ് ആവാൻ പോകുന്നു. ഹായ്, ജയ്സൽമീറിലേക്ക് യാത്ര തുടങ്ങുകയാണ്. ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ നിന്ന റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു. രാവിലെ 9 മണിയാണ്. ഇനി മെഹ്റാൻഗൻ ഫോർട്ട് കണ്ടിട്ട് നമ്മൾ നേരെ ജയ്സൽമീർ ഗോൾഡൻ സിറ്റി. നമ്മളിപ്പോൾ ഉള്ളത് ബ്ലൂ സിറ്റി ജോധ്പൂരിൽ നിങ്ങൾക്ക് ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലമാട്ടത്. ചെറിയൊരു കോഫി ഷോപ്പ് പോലത്തെ ഒരു സംഭവം. അതിൻ്റെ മുകളിലൊരു വീടിൻ്റെ ലെവലിലുള്ള ഒരു റൂംസൊക്കെ നല്ല റൂമാണ്. വലിയ പഴയ വീടായിരുന്നു. അത് 3-4 വർഷമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ആക്കിയതാണ്. അപ്പോൾ നമ്മൾ പോവല്ലേ? അപ്പോൾ നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇന്നലത്തെ പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജയ്സൽമീറിൽ ഇൻഷാ അല്ലാഹ് എത്തും. പിന്നെ ഇത് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് താടി എന്നാണ് അതിൻ്റെ സ്ഥലത്തിൻ്റെ ഈ ഹോട്ടലിൻ്റെ പേര്. താടി കോഫി ഷോപ്പാണ്. അതിൻ്റെ മുകളിൽ റൂംസ്, അതുപോലെ സിംഗിളായിട്ട് വരുന്നവർക്ക് കിടക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരി, നമുക്ക് മെഹ്റാൻഗൻ ഫോർട്ട് ദെൻ ജയ്സൽമീർ. നമ്മളെ മെഹ്റാൻഗൻ ഫോർട്ടിൽ കണ്ട് എത്തുമ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് മുകളിൽ നിന്ന് അതിൻ്റെ ഫോട്ടോ ഒന്ന് കാണുന്നൊരു വ്യൂ ഉണ്ട്. അതാണ് അടിപൊളി വ്യൂ ആണ്. ഇതിനുള്ളിലേക്ക് കയറി പാർക്ക് ചെയ്യുക, നേരെ അങ്ങോട്ട് പോകും. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ 50 രൂപ. വണ്ടി പാർക്ക് ചെയ്യുക, നേരെ ഉള്ളിൽ കയറാം. അതിൻ്റെ ഉള്ളിൽ കയറാനും ടിക്കറ്റ് ഉണ്ട്. മെഹ്റാൻഗർ ഫോർട്ട് ആൻഡ് മ്യൂസിയം. മർവാർ രാജവംശത്തിൻ്റെ ക്യാപിറ്റൽ മണ്ടോറിൽ നിന്ന് ജോധ്പൂരിലേക്ക് 1459 റാവു ജോധ മാറ്റിയപ്പോഴാണ് ജോധ്പൂർ 125 മീറ്ററോളം ഉയരത്തിൽ സിറ്റിയിൽ നിന്നും സ്ഥിതി ചെയ്യുന്ന ഇവിടെ മെഹ്റാൻഗർ ഫോർട്ട് നിർമ്മിക്കപ്പെടുന്നത്. നമ്മളിതാ മെയിൻ കവാടത്തിലൂടെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. എന്താ പറയുക, ഒരു നമ്മൾ മറ്റേ സിറ്റി പാലസ് കണ്ടത് കുറച്ച് പുതിയതും ഒരു ആഡംബരമുള്ളത് അല്ലേ. ഇതൊരു പഴമ നിറഞ്ഞിട്ടുള്ള കൊട്ടാരം. नमस्कार, टिकट 2 है, गूगल पे कर सकता है? ഭയങ്കര തണുപ്പാട്ടോ, നല്ല തണുപ്പ്. ഇത് കയറിയപ്പോൾ തൊട്ട് ഇതൊരു കുന്നിൻ്റെ മുകളിലാണ് സംഭവം വരുന്നത്. 150 രൂപയാണ് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് പ്രൈസ്. കണ്ടോ, മ്യൂസിയം ഉണ്ട് ഇതിൽ, അതിൽ ഇൻക്ലൂഡഡ് ആണ്. 1226 മുതൽ 1818 വരെ മർവ രാജാക്കന്മാരുടെ കാലഘട്ടമായിരുന്നു. പിന്നീട് 1818 മുതൽ 1947 വരെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലുമായിരുന്നു. റാവു ജോധാജീസ് പൽസ 1459. റാവു ജോധ എന്ന് പറഞ്ഞാൽ കമാൻഡർ നിർമ്മിച്ചത്. കയറാൻ വരെ അത്യാവശ്യം നല്ല കയറ്റാണ്, കുറച്ച് പാടുണ്ട്. താഴെ ലിഫ്റ്റ് ഉണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ. രാവിലെ ആയതുകൊണ്ട് ആളുകളൊക്കെ ക്ലീനിങ് പരിപാടിയിലാണ്.
9 to 5:30 ആണ് ടൈമിങ്. ഇന്നലെ നമ്മൾ നേരം വൈകിയതുകൊണ്ട് കയറാൻ പറ്റിയില്ല. ഇവിടെ കഫേ കിട്ടാ, കഫേ മെഹ്റാൻ. जोधपुरी कड़ी कचौरी 200, basket of fries 50, जोधपुरी pan grilled sandwich 300. 100 രൂപ താഴത്തുള്ളത് നേരെ ഡബിൾ ആയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. ക്യാപ്സിക്കം ഗ്രിൽഡ് ചിക്കൻ റാപ്പ് സാൻഡ്വിച്ചസ് അങ്ങനെ സെക്കൻഡ്. കഫേ महाराजा तक सिंह जी, महाराजा जसवंत सिंह जी देखें, महाराजा सरदार सिंह, हिज हाइनेस महाराजा उमेद सिंह जी. അങ്ങനെ ഇവിടുത്തെ രാജാക്കന്മാരുടെ ഫോട്ടോസൊക്കെ നമ്മുടെ കഫേയിലുണ്ട്. അവിടെ ഫുള്ള് കഫേയിലേ മഹാരാജാക്കന്മാരുടെ ഫോട്ടോസ്. ഇപ്പോഴും കിരീടധാരണമൊക്കെ നടക്കുന്ന അപൂർവം ചില ഫോർട്ടുകളിലൊന്നാണ് മെഹ്റാൻഗർ. ഇവിടെ വെച്ചാണ് കിരീടധാരണം നടക്കാറുള്ളത്. മാരൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന എലഫന്റ് റൈഡിങ് സീറ്റ്സും അവരുടെ യാത്രകൾക്കൊക്കെ പണ്ട് കൊണ്ടുപോയിരുന്നത് പല്ലക്കുകളാണല്ലോ. അങ്ങനെ നിരവധി മാതൃകയിലുള്ള പല്ലക്കും ഒക്കെ നമുക്കിവിടെ കാണാം. മരം കൊണ്ട് നിർമ്മിച്ച് ഗോൾഡിലും സിൽവറിലൊക്കെ പ്ലേറ്റ് ചെയ്തിട്ടുള്ള വളരെ അതിഗംഭീരമായ പല്ലക്കുകളും സീറ്റുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഗുജറാത്തിലെ മഹാരാജാവുമായി യുദ്ധത്തിൽ നിന്ന് അവരെ പരാജയപ്പെടുത്തി കിട്ടിയ യുദ്ധ മുതലാണ് ഈ കാണുന്ന പല്ലക്ക്. വുഡിൽ നിർമ്മിച്ച് ഗോൾഡൻ പ്ലേറ്റ് ചെയ്തിട്ടുള്ള ഈ പല്ലക്ക് ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവലിന് വേണ്ടി യൂസ് ചെയ്തിരുന്നതാണ്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. മുകളിലേക്ക് കയറി പോകണം. രാജസ്ഥാനി ഡ്രസ്സസ്, കുട്ടികളുടെ ഡ്രസ്സുകൾ, ഫൂൽ മഹൽ. മഹാരാജ അഭയ് സിംഗ് 1724 നിർമ്മിച്ച അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് പ്ലേസാണിത്. ഇവിടെ അദ്ദേഹം ഡാൻസിങ്ങിന് വേണ്ടിയും അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിൽ മുകൾ ഭാഗത്തൊക്കെ ഹാൻഡ് പെയിൻറ്റഡും ഗ്ലാസ്സിലും ഗോൾഡ് പ്ലേറ്റഡും ആയിട്ടുള്ള രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്.
ഇതൊക്കെ എൻ്റെ പണിയായുധങ്ങളാ രാജാവ് എന്ന് പറയുന്ന പോലെ നമുക്ക് കാണേണ്ടി വരും. മർവാർ രാജവംശത്തിൻ്റെ പണിയായുധങ്ങളാണ് ഈ കാണുന്നതൊക്കെ. യുദ്ധത്തിലും അവർ വേട്ടയാടുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന നിരവധിയായിട്ടുള്ള ആയുധങ്ങൾ, കുന്തം, തോക്ക്, വാള്, കത്തി, അങ്ങനെ നിരവധിയായിട്ടുള്ള ആയുധങ്ങൾ, മഴു, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ അവരുടെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന പടച്ചട്ട, പരിച എല്ലാം നമുക്കിവിടെ ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദർബാറാണ്, ദർബാർ. അതിൻ്റെ ഉള്ളിലൊക്കെ വർക്കൊക്കെ നല്ല കളർഫുള്ളാണ് സംഭവം. അവിടെ ചർച്ച ചെയ്ത് വലിയ വലിയ യുദ്ധങ്ങൾ കൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥലങ്ങളാണ്. രാജാവിരിക്കുന്ന സ്ഥലം, പിന്നെ മറ്റുള്ള ചെറിയ പണ്ടത്തെ ആ സാധനങ്ങളൊക്കെ അതേ രീതിയിൽ തന്നെ ഉണ്ട്. കിടിലൻ പ്ലേസ് തന്നെ കേട്ടോ മെഹ്റാൻഗർ പാലസ്. ഇവിടുന്ന് ശരിക്കും പിങ്ക് സിറ്റി ബ്ലൂ സിറ്റി കാണാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ നോക്കുമ്പോൾ ബ്ലൂ ആണ് കാണുന്നത്. ഇനി പോകുന്ന സ്ഥലം ലേഡീസ് ക്വാർട്ടറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ഇവിടെ രാജ്ഞിമാരും അവരുടെ തോഴിമാരും ഒക്കെ, അതുപോലെ ഒരുപാട് ലേഡീസും എല്ലാവരും കൂടി ചേർന്ന് ഇരിക്കുന്നതും മുകളിൽ ജനാലകളിലൂടെ നോക്കുകയും ഇരിക്കുന്നൊരു സ്ഥലമാണ്. ആ സ്ഥലത്തിനാണ് ലേഡീസ് ക്വാർട്ടർ എന്ന് പേരിട്ടിട്ടുള്ളത്. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി, ആ ഒരു രാജകീയ കാലഘട്ടത്തിൽ രാജ്ഞിമാരും തോഴിമാരും ഒക്കെ അങ്ങനെ ഇരിക്കുകയും മുകളിലെ ജനലുകളിലൊക്കെ ഇരുന്ന് നോക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു സാഹചര്യം. നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. അതുപോലെ ഇവിടെയൊക്കെ ഉണ്ട്, സാധാരണ ലെവലുള്ളതിലുണ്ട്. അവിടെ കുറച്ച് കോസ്റ്റ്ലിയാണ്. അതിൻ്റെ ഉള്ളിൽ ഷൂട്ടിങ് അലൗഡ് അല്ല. കുറച്ച് ജസ്റ്റ് എടുത്തപ്പോൾ തന്നെ അവർ ഓഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഫുള്ള് നല്ല ഐറ്റംസാണ്, പക്ഷെ നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റിയതല്ല. അത്രയും പ്രൈസാണ് അവർ ഇട്ടിട്ടുള്ളത്. ഇതൊക്കെ പിന്നെ സാധാരണ ഐറ്റംസ് സാധനങ്ങളാണ്. ഇവിടെ ചെരുപ്പുകളൊക്കെ ഉണ്ട്. അവിടെ ഷാള്, സാരി, അങ്ങനെയുള്ള നല്ല ഉണ്ടാകും. 190 രൂപയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാജസ്ഥാനി ടൈപ്പ് ഐറ്റംസാണ്. നമ്മൾ ഇപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മണിക്കൂർ നേരം നടന്ന് കാണാനും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉണ്ട്. നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പാണ്. ഇപ്പോൾ ഇതാ അതുകൊണ്ട് കയറി വരുന്ന ചെറിയൊരു തുറന്നൊരു പ്ലേസാണ്, ഒരു ഗാർഡനൊക്കെ പോലെ. ഇവിടെയാണ് നമ്മൾ മെഹ്റാൻഗറിൻ്റെ പല ഇതിലും കാണുമ്പോൾ ഒരു യുണീക്കായിട്ട് കുറച്ച് ഫോട്ടോ കാണുന്നത്. ഈ 2 ഫോട്ടോ ഇത് കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ വലിയ പാത്രമാണ്. ഇതിലായിരുന്നു തോന്നുന്നു പാചകം ചെയ്തത്. ഒരുപാട് പേരില്ലേ അങ്ങനെ അത്രയും വലിയ പാചകം ചെയ്യുന്ന ഒരു പാത്രത്തിൻ്റെ ഫോട്ടോ. യുദ്ധങ്ങൾ വരുമ്പോൾ ഇവിടെ നിന്നാണ് വെടിവെക്കുക. പീരങ്കികളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കാണില്ല, നമുക്ക് ഹൈറ്റിൽ നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള വ്യൂ ഉണ്ട് ഇവിടെ. പക്ഷെ രാവിലെ ആയതുകൊണ്ട് ഭയങ്കര മഞ്ഞും
ഇതൊക്കെ അതുകൊണ്ട് ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടില്ല. ജോധ്പൂരിനെ മുഴുവനായിട്ട് ഇവിടുന്ന് കാണാൻ കഴിയും. മെഹ്റാൻഗർ ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിൽ ഈ ഒരു ചെറിയൊരു ഗാർഡൻ പോലത്തെ സ്ഥലത്ത് കൂടെ കയറി മുകളിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നല്ല ഫുൾ വ്യൂ കിട്ടുന്നത് ജോധ്പൂരിൻ്റെ. പക്ഷേ നല്ല രാവിലെയാണ് ഞങ്ങൾ ഒരു 9:30 ഇവിടെ എത്തിയത്. അപ്പോൾ നല്ല വെയിലും അതുപോലെ ആ ഒരു മഞ്ഞൊക്കെ ആയിട്ട് അത് ശരിക്കും ക്ലിയർ ആയിട്ട് കാണാം. നമുക്ക് കാണാൻ പറ്റും, ഫോട്ടോയിലും വീഡിയോയിലൊന്നും അത്ര ക്ലാരിറ്റി ഇല്ല. അപ്പോൾ മെഹ്റാൻഗറിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ജയ്സൽമീറിലേക്ക് പോവാം. ജയ്സൽമീർ വേറൊരു രാജസ്ഥാൻ്റെ ഒരു ജോധ്പൂർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ് രാജസ്ഥാനിലെ. ജയ്സൽമീർ മരുഭൂമികളുടെ താർ മരുഭൂമിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റിയാണ്, അതായത് ഗോൾഡൻ സിറ്റി. നല്ല അടിപൊളി രാജസ്ഥാനി സോങ്സ് ആണ്. നല്ല രസമായിട്ട് നല്ല നല്ല ഒരു താളം പിടിക്കാൻ തോന്നി പോകും. അജാതി മുട്ടും പീപ്പിൾ വലിയാണ്, ഉഷാറാണ് സാധനം. ഹരായി അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ. ഈ തണുപ്പത്തെ കഴിഞ്ഞിറങ്ങുന്ന സമയത്താണ് കണ്ടത്. ഞങ്ങൾ കയറി തന്നെ നേരത്തെ ആയതുകൊണ്ട് ചിലപ്പോൾ അപ്പോൾ അവർ തുടങ്ങിയിട്ടുണ്ടാവില്ല. രസമുണ്ട് സംഭവം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ലേറ്റ് ആവും. ജയ്സൽമീർ ഒരു പ്രധാന എന്ന് വെച്ചാൽ അവിടുത്തെ ഡെസേർട്ട് എന്നുള്ള സൺസെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാര്യമായിട്ടുള്ളൊരു സെറ്റപ്പ്. അതുപോലത്തെ ഡെസേർട്ട്. അപ്പോൾ അവിടെ നേരത്തെ എത്തണം. ഇവിടെ ഈത്തപ്പഴം ഉണ്ട് ഇവിടെ. അപ്പോൾ ഈത്തപ്പഴം വാങ്ങിക്കാം നമുക്ക്. डेट्स का कितना? 150 रुपया बॉक्स. 150 रुपीज़. दिखाओ, एक टेस्ट करके देख सकते हैं. नाम क्या है? नाम मुश्किल नहीं है ना वीडियो पकड़ना? वीडियो पकड़ना मुश्किल नहीं है ना? वीडियो पकड़ना मुश्किल नहीं है ना? सही को ये इधर ही बनता है? हाँ, किधर है? ये फार्म हाउस है खजूर का. वो जगह हुआ खजूर का अचार भी है, चटनी भी है. क्वालिटी इसका कितना? हाँ ये थोड़ा बड़ा है. अच्छा मावा खजूर है. हाँ कितना है? 300 रुपया. उसमें लास्ट में कितना मिलेगा? ये अच्छा वाला है, कितना मिले देगा? 300 रुपये का. 300 लास्ट है. 250 में नहीं मिलेगा? नहीं थोड़ा कमती करके दे दो यार. सर हम तो सैलरी पे लगे हुए एकदम फिक्स रहते हैं. ഓക്കെ ഓക്കെ. ജയ്സൽമീറിലേക്ക് എത്തിത്തുടങ്ങി എന്നാ തോന്നുന്നത്. ഒട്ട കഥ പോണം. ജയ്സൽമീർക്ക് എത്താൻ ഇങ്ങോട്ട് 170 കിലോമീറ്റർ ഉണ്ട്. വഴിയിൽ ഇങ്ങനെ കണ്ടതാണ്. എന്ത് രസമാണെന്ന് അറിയാം ഈ വഴി. വെച്ചാൽ രണ്ട് സൈഡിലും കടുക്ക് പാടങ്ങൾ. ആ കാണുന്നതാ അത് കടുക്ക് പാടാണ്. വന്ന വഴിക്കൊക്കെ ജയ്സൽമീറിന്റെ പ്രത്യേകത മെയിനായിട്ടുള്ള അവിടെ ക്യാമ്പ്സ് ഉണ്ട്. ഒരുപാട് സാൻഡ്സ് ആൻഡ് ഡ്യൂൺസ് എന്നാണ് അതിന് പറയുന്നത് ആ സ്ഥലത്തിന് തന്നെ. ജയ്സൽമീറിൽ നിന്ന് ഒരു 40-50 കിലോമീറ്റർ 40 റൂട്ടാണ്ട് തുടങ്ങും. ഒരുപാട് ഡെസേർട്ട് ക്യാമ്പുകളാണ്. ഡെസേർട്ട് സഫാരി, ക്യാമൽ റൈഡ്, അതുപോലെ തന്നെ സൺസെറ്റ് വ്യൂ ആണ് നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ അവിടെ ക്യാമ്പ് ചെയ്യുന്നൊരു ഇതാണ്. അപ്പോൾ നമ്മളത് നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. രാവിലെ ജയ്സൽമീർ ഫോർട്ടൊക്കെ കാണും. നേരെ സാംസൺ ഡ്യൂൺസിൽ പോയിട്ട് നമ്മുടെ അവിടെ ക്യാമ്പ്
സെറ്റിൽ ഏതെങ്കിലും ഒന്ന് സെർച്ച് ചെയ്തിട്ട് പോവാം. ഇന്നലെ വണ്ടി കംപ്ലൈൻറ്റ് ആയപ്പോൾ കിട്ടിയ കംപ്ലൈൻസ് എന്ന് പറഞ്ഞ ഒരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ട്. ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം. അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് നല്ലത്. ഏതായാലും ഡ്രൈവ് നല്ല ശ്രദ്ധിച്ച് പോകണം. ഒറ്റ റോഡാണ്, പക്ഷേ ഇടയ്ക്ക് വണ്ടീൻ്റെ മുന്നിൽ പശുക്കൾ വരും. അപ്പം നല്ല ഒരു ചെറിയ ചെക്കിങ് ആണ്. നമ്മൾ ജസ്റ്റ് മിസ്. കുറേ വരുന്നുണ്ട്. ഇവര് നേരെ വരികയാണ് റോഡിന്റെ. ഗോൾഡൻ സിറ്റി രാജസ്ഥാന്റെ ഗോൾഡൻ സിറ്റിയായ ജയ്സൽമീറിൽ കയറിട്ടോ. ഇനി നമ്മൾ ജയ്സൽമീറിൽ നമുക്ക് ഇവിടെ ഫോർട്ടൊക്കെ കാണാനുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ഫോർട്ടിലേക്കൊന്നുമല്ല പോകുന്നത്. നമ്മൾ നേരെ സാംസൺ ഡ്യൂൺസ്, നേരെ ഡെസേർട്ടിലേക്കാണ് പോകുന്നത്. അതിലേക്ക് ഇവിടുന്ന് 46 കിലോമീറ്റർ ഉണ്ട്. ജസ്റ്റ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം, അവിടെ കയറിയാൽ തന്നെ ഫുള്ള് ഗോൾഡൻ ആണ്. കളേഴ്സ് മുഴുവൻ ഗോൾഡൻ കളേഴ്സാണ്. അതുകൊണ്ടാണ് കോട്ട ഇതിനെ ഗോൾഡൻ സിറ്റി എന്ന് വിളിക്കുന്നത്. സാംസൺ ഡ്യൂൺസിലാണ് പോകുന്നത്. ഒരുപാട് ആളുകൾ ക്യാമ്പിങ്ങിനായിട്ട് ഇവിടുന്ന് പോകുന്നുണ്ട്. വണ്ടികൾ നമ്മൾ വരുമ്പോഴൊക്കെ കണ്ട് ജീപ്പ്, അതുപോലെ തന്നെ ട്രാവലറുകൾ, വണ്ടികളിലൊക്കെ ഒരുപാട് പോകുന്നുണ്ട് ആളുകൾ. ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട്. വേറെ ചൂട്ടതാ പോകും. വേറെ ചൂട്ടിൽ പറഞ്ഞെങ്കിൽ 50 रुपये സാംസൺ ഡ്യൂൺസ് 50 രൂപ ടിക്കറ്റ് അല്ലേ? സാംസൺ ഡ്യൂൺസിലേക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫുള്ള് 2 സൈഡിലും നമുക്ക് ഈ ഒട്ടകങ്ങളായിട്ട് ഇങ്ങനെ കാണാം. റൈറ്റ് സൈഡിലുള്ള കുറേ ടെൻറ്റ് ക്യാമ്പ് റൂംസ് ഒക്കെ ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. പിന്നെ കുറേ ആളുകൾ നമ്മളങ്ങനെ നിർത്തിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സാധനമേ അത് ക്യാമൽ റൈഡിനും ഹോട്ടലിനൊക്കെ ആയിട്ടുള്ള ചോദിക്കുന്നതാണ്. നമുക്ക് ഏതെങ്കിലും ഓൺലൈൻ ബുക്കിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കണ്ട് പോകാം. हेलो हाँ जी सर। नाम क्या? हमा गणी सर। अपने कैंप का नाम है उमिया डेजर्ट कैंप। ഒമിയ ഡെസേർട്ട് ക്യാമ്പ്. जी ഒമിയ ഡെസേർട്ട് ക്യാമ്പിൽ 3 മണി 4 മണിയായി. ഇനിയിപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ സ്റ്റേ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. ടെൻ്റാണ്, അതുപോലെ തന്നെ ഭക്ഷണം, ഡിന്നറ്, രാത്രി കൾച്ചറൽ പ്രോഗ്രാംസ്, രാജസ്ഥാനി കൾച്ചറൽ പ്രോഗ്രാം, അതുപോലെ തന്നെ സൺസെറ്റ്, ക്യാമൽ റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ഈ ക്യാമ്പുകളാണുള്ളത്, ഡെസേർട്ട് ക്യാമ്പുകൾ. സാംസൺ ഡ്യൂൺസ് റിസോർട്ട് पूरा दिमाग नहीं चलता है। खाना कुछ मिलेगा? कुछ आफ्टर उन्होंने कुछ नहीं खाया? नहीं अभी नहीं सर, 7 बजे के बाद में स्नैक्स मिलेगा, चाय और नाश्ता मिलेगा। अभी कुछ नहीं खाया आफ्टर लंच? अभी नहीं वेफर मिलेगा सर, चिप्स वगैरह मिल जाएगा वेफर। पानी है कैंटीन में? हाँ जी पानी मिल जाएगा। അപ്പോൾ ഉച്ചക്ക് ഭക്ഷണത്തിൽ കഴിക്കാത്തതുകൊണ്ട് തീരെ തല വർക്ക് ചെയ്യണില്ല. അപ്പോൾ നേരെ റൂമിൽ പോട്ടെ, ഒക്കെ ഒന്നൊന്ന് ഫ്രഷ് ആയതിന് ശേഷം തുടങ്ങാം. ഇതാണ് ഡെസേർട്ട് ക്യാമ്പ്. ഇവിടെ ടെൻറ്റ് ചെയ്ത് സ്റ്റേ ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ ടെൻ്റ് ഉണ്ട്. ഇവിടെ കുറേ പരിപാടികളൊക്കെ നടക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ കാണാം. ക്യാമൽ സഫാരി, സൺസെറ്റൊക്കെ ഉണ്ട്. നമ്പർ 8 അല്ലേ? 8. ഇതാണ് ടെൻറ്റ്. ഇവിടെ സാധാരണ പെർ പേഴ്സണാണ് ഇവർ ചാർജ് ചെയ്യണതൊക്കെ. 4000, 3000, 2000 ഒക്കെയാണ് ചാർജ് ചെയ്യണത്. ഇതാണ് റൂം.
ഞങ്ങൾ ഇന്നലെ വണ്ടി കംപ്ലൈൻ്റ് ആയപ്പോൾ കിട്ടിയ കമലേഷ് എന്ന് പറഞ്ഞ പയ്യനില്ലേ, അവനാണ് ഇത് കണക്ഷൻ ചെയ്തത്. അപ്പം നമ്മളടുത്ത് ആദ്യം പറഞ്ഞത് 4നും ഒക്കെ പെർ പേഴ്സൺ 4000. അതിൽ ജീപ്പ് സഫാരി, പിന്നെ ജീപ്പ് സഫാരി, ക്യാമൽ റൈഡ്, അങ്ങനെ എല്ലാം ഉണ്ടാവും, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു നമുക്കതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കമലേഷിനെ വിളിച്ച് പറഞ്ഞപ്പം പറഞ്ഞു അങ്ങനെ ജീപ്പ് സഫാരി ഒഴിവാക്കിയിട്ട് ക്യാമൽ റൈഡിൽ സൺസെറ്റ് പോയിൻ്റ് കാണാം, അങ്ങനെ ടെൻറ്റിൽ സ്റ്റേയും കാര്യങ്ങളൊക്കെ, ഫുഡ് ഉണ്ടാവും, രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാവും, എല്ലാം കൂടി 2500 റെഡിയായി. അപ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നത്. പക്ഷേ ഞങ്ങളിവിടെ വന്നിട്ട് ഞാൻ വരുന്ന വഴിക്ക് തൊട്ടടുത്ത് 1-2 സ്ഥലത്തൊക്കെ ചോദിച്ചു. 3500, 4500, 5000, അതായത് പെർ പേഴ്സൺ 7000. ഇതിപ്പോൾ നമുക്ക് 2 പേർക്കും 2500 ആയിട്ടുള്ളൂ. എന്തായാലും ഇനി ബാക്കി കാണാം. ഓക്കെ, ക്യാമലിൽ കയറിപ്പോയി മരുഭൂമി പോയിട്ട് കുറച്ച് ആണ് മുന്നോട്ട് പോകണം. എന്നിട്ടാണ് നമ്മൾ सनसेट गाना। हिंदी आ रही है आपको? हिंदी मेरे को हिंदी आ रहेगा, उसको भी आएगा, मुश्किल नहीं है, उसको समझ सकता है। जंप लगाओ, बाइक में बैठते हैं। हाँ आपको तो हिंदी आ रही है ना भाई साहब? मेरे को आपकी भाषा नहीं आ रही। मुश्किल नहीं ഒട്ടകത്തമ്മ ഫമി കയറി. ഇനി ഞാനാണ്. പെട്ടെന്ന് പൊന്തുമ്പോ കുറച്ചൊരു പ്രശ്നമുണ്ടല്ലേ, വീഴുവോ? എടാ വീഴുവോ? അത് നടത്തങ്ങാനിട്ട് വീണ മാതിരിയൊക്കെ തോന്നണം. വീഴുവോന്നാണ് പേടി. ഒട്ടകത്തമ്മ അടിപൊളിയായിട്ടോ സംഭവം. നല്ല ക്യാമൽ റൈഡും അടിപൊളി, മരുഭൂമിയിലൂടെ ഇങ്ങനെ പോണത് സൂപ്പറാണ്. പോരാത്തതിന് ഇപ്പോഴത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റാണ്. ഇറങ്ങി അതായത് നമ്മളെ സാരഥി കുറച്ച് നേരം ഇവിടെ നിന്നൊരു സൺസെറ്റ് കാണാൻ പറ്റും. നല്ല സൺസെറ്റ് ഉദ്ധർ होएगा ना? हाँ सनसेट उधर होगा। हाँ सनसेट इस डेजर्ट पे आप आओ बाद हम रिटर्न लेके जाएंगे। ഇവിടെ ചിപ്സ് ചായ ഒക്കെ കിട്ടും. दो चाय पानी लेते? पानी पानी नहीं चाहिए। एक काम, नाम क्या है? बरकत। आपका? सलीम। സലീം. സൺസെറ്റ് ആവാൻ പോകുന്നു. അപ്പം ഥാർ മരുഭൂമിയിൽ ഇരുന്ന് ഇങ്ങനെ നമ്മൾ ഒരു സൺസെറ്റ് കാണുക, പിന്നെ നേരെ നമ്മുടെ ഡെസേർട്ട് ക്യാമ്പിൽ പോയിട്ട് അവിടുത്തെ ക്യാമ്പിലത്തെ പരിപാടികളൊക്കെ. ഒട്ടകങ്ങളായിട്ട് ഇങ്ങനെ വരിക, ഒട്ടകങ്ങളായിട്ട് കണ്ട് കയറ്റുള്ളൂ. പിന്നെ കൂടുതൽ അങ്ങോട്ട് ഥാർ മരുഭൂമിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വേറെ കൊടുത്താൽ അവർ നമ്മളെ കൊണ്ടുപോകും. ഏതാ വരി അതുപോലെയാണ് ഇപ്പോൾ കുറേ എണ്ണം പോകുന്നുണ്ട്. പിന്നെ ഈ ഥാർ മരുഭൂമി എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ 18ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മരുഭൂമിയാണ്. അതേപോലെ 2 ലക്ഷത്തോളം ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ച് കിടക്കുന്നതാണ്. അതിൻ്റെ ഒരു സൈഡ് ഗുജറാത്താണ്, ഒരു സൈഡ് റൺ ഓഫ് കച്ച് ഗുജറാത്തിലാണ്, ആ ഭാഗം ഗുജറാത്തിലാണ്. പിന്നെ ഹരിയാന ഉണ്ട്, പിന്നെ പാകിസ്ഥാൻ ബോർഡറാണ് ഒരു ഭാഗം കിടക്കുന്നത്, സിന്ധ് ഭാഗം. നമുക്ക് പോകാനുള്ള സാധനം വന്നിട്ടുണ്ട്. സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ക്യാമ്പിലേക്ക് പോകണം. തിരിച്ചു വന്നു കഴിഞ്ഞാലേ ഇവരൊരു രാജസ്ഥാനി വെൽക്കം ചെയ്യും, രാജസ്ഥാനി രീതിയിൽ ഉള്ളിലേക്ക് വെൽക്കം ചെയ്യും. എന്നിട്ട് പരിപാടിയാണ്. അതാണ് ടെൻറ്റുകൾ. നമ്മളെ ടെൻറ്റ് നമ്പർ 8 ആണ്. ഇവർക്ക് ഇതിൽ ഭമിയെ ഇവിടെ ഇവർക്ക് 2 മാസം, ഡിസംബർ അതുപോലെ തന്നെ ജനുവരി, ഈ 2 മാസങ്ങളിലാണ് കാര്യമായിട്ട് അവിടെ ഫങ്ഷൻ പരിപാടിയൊക്കെ ആരംഭിക്കാൻ ഉണ്ടാവുക. ബാക്കിയുള്ള സമയങ്ങളിൽ ഒന്നും ഉണ്ടാവില്ല.
मैं तो कोई बनवा ऊपर मेरे खुदा एक सरिया बालम सोनिया बालम आवती पधारो आवती पधारो भारत देश की आवती पधारो भारत केसरिया बालम ए गोरिया बालम आवती पधारो छन छन के क्या बात है तुझी पायल छन 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 के तुझी झांझर तुझी झांझर तुझी झांझर 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 तुझी झांझर छन 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 के तुझी पायल छन 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 के अरे 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 हो लिया अरे 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 लिया मैं तेरे दीवाने काले रंग की मजा मजा संगे फसा होली लेके लौरे संगड़ो फसावा बालिया और सर आया वाला कैसे देखा नहीं और जीने की चाहत ना होती अगर तुम न होते अगर तुम न होते इसे हर दिल को गाना जिंदगी प्यार का गीत है इसे हर दिल को गाना इटली अमेरिका सब कुछ है सब ये हो रहा है तो ही मन को कौन भारी तरफे दुनिया सारी सारे कड़ी अब हाथ दे हरे रणरो गुस्सा कड़ी अब इराक इटली अमेरिका जापान जापान इराक इटली अमेरिका जापान ये होले होले हर को हुआ लियो मन को तन करो लो कहर भारी तरफे दुनिया सारी वो चुरा मसाला मुझे बिस्कुट का भी वो चलने किसी ने चलनी हो अरे आप तो ठीक है
वो सुन लियो अरे काटे फ्री का ये बंद चुकी सब किनारे खुदा दुनिया फरक अरे बंद चुकी सब किनारे खुदा दुनिया फरक वो आधी मदरा प्राग पर किसी ने नहीं है पटने वो आधी मदरा प्राग पर किसी ने नहीं है पटने वो दिगदिगना वाला गदगदनी जो नल्ले जैसे है वो दिगदिगना वाला गदगदनी जो नल्ले जैसे है वो दिगदिगना वाला ये मर्दा फिर खाते मर्दा वो दिगदिगना वाला गदगदनी जो नल्ले जैसे है बड़ी राजा नल्ले जैसे है वो जैसे वो कटकली गट आ करो ने अतिगट भी काने वो कटकली गट आ करो ने अतिगट भी काने वो भले भले पार्टी ने सिरे जसले है भले पार्टी ने सिरे जसले है അടുത്ത പരിപാടി കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഫുഡ് കാണാം. ചപ്പാത്തി റൈസ് എടുത്തു ബട്ടർ വേണം. അപ്പം നമ്മുടെ അവിടുത്തെ മറ്റേ കൾച്ചറൽ പ്രോഗ്രാമും ചെറിയ പാട്ട് ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഫുഡും കഴിച്ച് ടെൻറ്റിലത്തെ പരിപാടി ഇന്നത്തെ പരിപാടി അവസാനിക്കുകയാണ്. അപ്പോൾ സംഭവം ഇന്നത്തെ നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു. കാരണം ഞങ്ങൾ രാവിലെ മാരങ്കൻ ഫോർട്ട് കണ്ടു. അതിനുശേഷം ജയ്സൽമീറിലേക്ക് വന്ന് നേരെ സാംസ് ആൻഡ് ഡ്യൂൺസിൽ റൂം എടുത്തുകൊണ്ട് മീൻസ് ഇവിടുത്തെ ഈ ഡെസേർട്ട് ക്യാമ്പ് നല്ല സൗണ്ടാണ് അവിടെ. എന്നാലും ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. ഇവിടെ സാധാരണ റൈസ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പിന്നെ ഫുള്ള് വെജിറ്റേറിയൻ ഐറ്റംസേ ഉള്ളൂ. ഇവിടുത്തെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പല രീതിയിലത്തെ പല ഡെസേർട്ട് ക്യാമ്പുകൾ പലതും ഉണ്ട്. അത് മുഴുവൻ സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. ജീപ്പ് സഫാരി, ക്യാമൽ റൈഡ്, അങ്ങനെ പലതും. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ അത് ചോദിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ പുറത്തുനിന്ന് അത് മാത്രം ക്യാമൽ റൈഡും ഇതൊക്കെ വേറെ ഉണ്ട്, റൂമും ഇങ്ങനത്തെ ഇതിന് വേണ്ടി മാത്രമായിട്ടും പിന്നെ ചെറിയ വെറും ടെൻറ്റ് സെറ്റപ്പിൽ ഇവിടെ അതിനുള്ള സൗകര്യം ചെയ്തു തരും. ഫാമിലിയൊക്കെ ആയിട്ടാകുമ്പോൾ അവരുടെ റൂമും ഇങ്ങനത്തെ ക്യാമ്പൊക്കെയാണ് ബെസ്റ്റ്. പിന്നെ ഓപ്പൺ ബാത്റൂം ആയിരിക്കും. സാധാരണ നോർമൽ നമ്മുടെ അടുത്ത് ടെൻറ്റ് ഉണ്ടെങ്കിൽ ആ ടെൻറ്റ് ഇതിലൂടെ എടുക്കുകയും ചെയ്യാം. മേഘപ്പോട്ട് എന്തായാലും നമ്മളെ പരിപാടി ഇന്നത്തെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സാമ്പാർ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ അമർത്തുക, തൊട്ടടുത്ത് കാണുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നാളെ നേരെ ബിക്കാനിയർ അങ്ങനെയാണ് പോകുന്നത്, കൂടെ വേണം. ഓക്കെ.